എല്ലാവർക്കും ശിവാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് അക്ഷരമുറ്റം ക്വിസിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ നേരത്തെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുമല്ലോ. ആദ്യത്തെ ചോദ്യം, മനുഷ്യൻ്റേതിന് സമാനമായ വിരലടയാളമുള്ളതിനാൽ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കിയ ജീവി ഏത്? മനുഷ്യൻ്റേതിന് സമാനമായ വിരലടയാളമുള്ളതിനാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ എപ്പോഴും കുഴപ്പത്തിലാക്കിയ ജീവി ഏത്? ഉത്തരം കോവാല. മനുഷ്യൻ്റേതിന് സമാനമായ വിരലടയാളമാണ് കോവാലയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, സ്വന്തം മരണവാർത്ത പത്രത്തിൽ അബദ്ധത്തിൽ അച്ചടിച്ചു വന്നത് വായിച്ചതിനു ശേഷം തൻ്റെ സ്വത്ത് അവാർഡ് നൽകാൻ മാറ്റിവെച്ച പ്രശസ്ത വ്യക്തിയാര്? സ്വന്തം മരണവാർത്ത പത്രത്തിൽ അബദ്ധത്തിൽ അച്ചടിച്ചു വന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വത്ത് അവാർഡ് നൽകാൻ മാറ്റിവെച്ചു. ഉത്തരം ആൽഫ്രഡ് നോബൽ. മരണത്തിൻ്റെ വ്യാപാരി മരിച്ചു എന്ന തലക്കെട്ടിൽ സ്വന്തം ചരമവാർത്ത പത്രത്തിൽ വായിച്ചതിനു ശേഷമാണ് ആൽഫ്രഡ് നോബൽ ലോകപ്രശസ്തമായ നോബൽ സമ്മാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മരം ഏതാണ്? കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മരം ഏതാണ്? ഉത്തരം ആഞ്ഞിലി. വെള്ളത്തിൽ എത്ര കാലം കിടന്നാലും പെട്ടെന്ന് കേടുവരില്ല എന്ന വലിയ പ്രത്യേകത കൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ പ്രധാനമായും ആഞ്ഞിലി തടി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ, ജെ എന്നീ അക്ഷരങ്ങൾക്ക് മുകളിലായി ഇടുന്ന ചെറിയ കുത്തിന്, ഡോട്ടിന് പറയുന്ന ഇംഗ്ലീഷ് പേരെന്ത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ, ജെ എന്നീ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അതിന് മേലിടുന്ന ഡോട്ടില്ലേ, ആ ഡോട്ടിന് പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഉത്തരം ടിറ്റിൽ. ടിറ്റിൽ എന്നാണ് ആ ഡോട്ടിന് പറയുന്ന ഇംഗ്ലീഷ് പേര്. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻ്റ് ഏത്? ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻ്റ് ഏത്? ഹിൻഡുണ്ട്. 1888 ഇന്ത്യയിലാണ് ഇത് ആരംഭിച്ചത്. 1888 ഇന്ത്യയിലാണ് ഇത് ആരംഭിച്ചത്. ഉത്തരം ഡ്യൂറൻഡ് കപ്പ്. ഡ്യൂറൻഡ് കപ്പാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻറ്റ്. 1888 ഷിംലയിൽ വെച്ച് സർ മോർട്ടിമർ ഡ്യൂറൻ്റാണ് ഈ ചരിത്രപ്രസിദ്ധമായ ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചത്. അപ്പോൾ ഡ്യൂറൻഡ് കപ്പ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർ മോർട്ടിമർ ഡ്യൂറൻ്റാണ്. എവിടെ വെച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷിംലയിലാണ്. വർഷം 1888. ആറാമത്തെ ചോദ്യം, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന പാഞ്ചിയ എന്ന മഹാഭൂഖണ്ഡത്തെ ചുറ്റി നിന്നിരുന്ന വലിയ സമുദ്രത്തിൻ്റെ പേരെന്തായിരുന്നു? അതായത് പാഞ്ചിയ എന്ന മഹാഭൂഖണ്ഡത്തെ ചുറ്റി നിന്നിരുന്ന വലിയ സമുദ്രത്തിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം പാന്താലസ. പാന്താലസയായിരുന്നു പാഞ്ചിയ എന്ന മഹാഭൂഖണ്ഡത്തെ ചുറ്റി നിന്നിരുന്ന സമുദ്രം. ഏഴാമത്തെ ചോദ്യം, സത്യത്തെ ചോരക്കടലിൽ മുക്കിക്കൊല്ലാനാകില്ല, യു കനോട്ട് ഡ്രോൺ ദ ട്രൂത്ത് ഇൻ സീസ് ഓഫ് ബ്ലഡ് എന്ന വാചകം ഏത് പ്രശസ്ത നോവലേതാണ്? ഉത്തരം മാക്സിം ഗോർക്കിയുടെ അമ്മ. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലാണ് സത്യത്തെ ചോരക്കടലിൽ മുക്കിക്കൊല്ലാനാകില്ല എന്ന വാചകം വരുന്നത്. റഷ്യൻ വിപ്ലവ സാഹിത്യത്തിലെ എക്കാലത്തെയും മഹത്തായ കൃതിയായ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന വിഖ്യാത നോവലിലെ വരികളാണ് ഇവ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യമാണ്, ചൂടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ഐസായി മാറുന്ന ശാസ്ത്ര പ്രതിഭാസത്തിൻ്റെ പേരെന്താ? ചൂടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ഐസായി മാറുന്ന ശാസ്ത്ര പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? ഉത്തരം എംപെമ്പ ഇഫക്റ്റ്. എംപെമ്പ ഇഫക്റ്റ്. ചില പ്രത്യേക ശാസ്ത്രീയ സാഹചര്യങ്ങളിൽ ചൂടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ തണുത്ത് ഐസായി മാറുന്നു. ഇതിനെയാണ് എംപെമ്പ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, UN രക്ഷാസമിതിയിൽ 1946 ആദ്യമായി വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യം ഏത്? UN രക്ഷാസമിതിയിൽ 1946 ആദ്യമായി വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യം ഏത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനാണ് വീറ്റോ അധികാരം പ്രയോഗിച്ചത്. സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിലാണ് സോവിയറ്റ് യൂണിയൻ ആദ്യമായി വീറ്റോ പ്രയോഗിച്ചത്. ഈ വീഡിയോയിലെ അവസാന ചോദ്യം, പത്താമത്തെ ചോദ്യം, സ്വന്തമായി ഒരു രാജ്യമോ ഭൂപ്രദേശമോ ഇല്ലാത്ത ലോകത്തിലെ ഏക പരമാധികാര സ്ഥാപനം ഏത്? സ്വന്തമായി ഒരു രാജ്യമോ ഭൂപ്രദേശമോ ഇല്ലാത്ത ലോകത്തിലെ ഏക പരമാധികാര സ്ഥാപനം ഏത്? ഉത്തരം സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട.
സ്വന്തമായി കൃത്യമായ ഭൂപ്രദേശമില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ സ്വന്തമായി പാസ്പോർട്ടും നാണയവും പുറത്തിറക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. നമ്മുടെ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഈ ചാനലിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾ കാണുവാനും ശ്രദ്ധിക്കുമല്ലോ.